നമ്മൾ ജാനകിക്കാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല, പിന്നെ പെട്ടെന്നായി പോയി. അപ്പോൾ അതാ നമ്മളിവിടെ എത്തി. എല്ലാവരും കൂടി ജായ്മ ഇവിടെ ഉണ്ട്. ഫിനു ഹായ്. ഓക്കെ, ജാസിയും മർസുക്കും അവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാട്ടിലൂടെ നടക്കാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റിസോർട്ട് ഉണ്ട്, ഒന്ന് അവിടെ പോയി നോക്കണം എന്താ അവസ്ഥ എന്നറിയാൻ. ഈ കാട്ടിലാണ്. അപ്പം ഞാൻ മേമനോട് ചോദിച്ച് എന്താ ജാനകിക്കാടെന്ന് പേര് വരാനുള്ള കാരണം. സത്യമാണോ അറിയില്ല, ഏതൊരു ജാനകി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ അവകാശികളില്ല, അപ്പം ഗവൺമെൻറ് ഇതെടുത്തെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ജാനകി പേര്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് പോവാം. ഹലോ, കേറുമ്പോ നോക്കൂ, ഇവിടെ 2 പൊന്നുമാനുണ്ട്. ജായ്മ ഇവിടെ ഉണ്ട്. നമ്മള് 2 പേരുമുണ്ട്. ജായ്മുണ്ടല്ലോ ഇവിടെ. ജായ്മിനെ വെച്ച് നടക്കൽ കുറച്ച് ടാസ്ക്കാണ് എനിക്ക്. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കും വേണം. ജാസി പുറത്തേക്ക് പോയി. ജാസി കയറിയില്ല, കാരണം ഇന്നലെ നമ്മൾ പോയ വെള്ളത്തിൽ കളിച്ചപ്പോൾ ജസ്റ്റ് എവിടേക്കോ അടിയിൽ കല്ലുണ്ടായിരുന്നു. അപ്പോൾ ആ കല്ലിൽ ഫുള്ള് കാല് കുത്തിയിട്ട് കാലിൻ്റെ അടിയിൽ ഫുള്ള് കല്ലിച്ചുണ്ട്. അപ്പോൾ എനിക്ക് നടക്കാൻ വയ്യ പറഞ്ഞു. നമ്മൾ കുറച്ചുണ്ടല്ലോ നടക്കാൻ. അമ്മച്ചി ഓരെല്ലാവരും അവിടെ എത്തി. പറവൊക്കെ ബാക്കിൽ വരുന്നുണ്ട്. ജായ്മ ഇവിടെ ഉറങ്ങാണ്. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്താണെന്നൊക്കെ കാണിച്ചു തരാം. ഇഷ്ടമായോ ജാനകിക്കാർ? ഇഷ്ടമായോ ജായ്മിന്? ഇഷ്ടമായടാ? അവിടെ എന്തോ വെള്ളച്ചാട്ടം എന്തോ ഉണ്ട് തോന്നുന്നുണ്ട്. നല്ല വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പിന്നെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ ആക്കിക്കോ. ഇജായിക്ക് ഇഷ്ടമായോ? നല്ല കിളികളുടെ സൗണ്ടും നല്ല വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ പോയി ഭയങ്കര റിസ്ക് ഇതിലൂടെ നടക്കാനല്ലേ പിന്നെ. അങ്ങോട്ട് നോക്കൂ. ജായ്മിനെ നടക്കാനോ? നല്ലൊരു ഒഴുക്കുന്നുണ്ട്. ഇഷ്ടമായില്ല, ക്ഷീണമായി നടന്നപ്പോ. ഈ കാലത്ത് നമ്മള് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങി. വെറുതെ നടക്കാനാ, വേറെ പ്രത്യേകിച്ച് അവിടെ കാണാൻ മാത്രമൊന്നുമില്ല. ഒരു തേങ്ങയില്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റിസോർട്ടുണ്ട്, മഴവിൽക്കടവ് റിസോർട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് മാം അങ്ങനെ പറഞ്ഞ് നമുക്കൊന്നും അവിടെ പോയേക്കാം. ഇതാണ് അതിൻ്റെ വഴി, റിസോർട്ടിലേക്കുള്ള വഴി. ഒരൊക്കെ മുന്നേ പോയി. ഞാനിതാ ഉരുണ്ട് വരുന്നുണ്ട്. ഇതാണ് ആ റിസോർട്ടിൻ്റെ എൻട്രൻസ്. അവരൊക്കെ കയറി. ജായ്മ ഉറങ്ങി. എൻട്രൻസ് ഇതാ. ഇവിടെയൊക്കെ സെയിം സാധനം തന്നെ, വെള്ളം. നല്ല വെയിലുണ്ട് കേട്ടോ. ഈ കാടിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ഈ റിസോർട്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇവിടെ നല്ല രസമുള്ള സാധനങ്ങൾ കാണാനുണ്ട്. റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നില്ലേ. അപ്പം നമ്മൾ വിചാരിച്ച എന്തെങ്കിലും നീ കഴിച്ചിട്ട് ഇറങ്ങാന്ന്. നമ്മളിതാ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആട്ടോ ഓർഡർ ചെയ്ത് എല്ലാവരും കഴിച്ചു തുടങ്ങി. നോക്കാം, നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട് ഗൈസ്. Fishing.
ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടെ ഊഞ്ഞാലയും സീസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ കുറച്ച് കളിച്ച്. ഏർമാട എന്നാ പറയാ, അറിയില്ല കറക്റ്റ്, അങ്ങനെ തോന്നുന്നുണ്ട്. എനിക്ക് കാല് കറക്കിണ്ട് കേട്ടോ, താഴോട്ട് നോക്കുമ്പോ കാല് ഫുള്ള് കയറി വേണം. എനിക്കൊരു തണുപ്പുണ്ട് കേട്ടോ. വ്യൂ ഒക്കെ സൂപ്പർ, നല്ല രസമല്ലേ. കൊഴിഞ്ഞോ? സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്ക് ക്ഷീണിച്ചില്ലേ? ഏറ്റവും കൊഴിഞ്ഞ ആളാരറിയോ? വന്നപ്പോ കുറഞ്ഞ എന്തോ ക്ഷീണുണ്ട്. നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങണം ഗൈസ്, എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയാവണം. ജാസി എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കോ. റിസോർട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി വന്ന. ഇവിടെ അടുത്തൊരു ഇതേപോലെ വെള്ളം കയറുന്നപ്പോൾ നമ്മൾ വന്ന ആ റിസോർട്ടിൽ നിന്ന് വരുന്ന ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ബാക്കി ബാലൻസ് തന്നെയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഓട്ടോയിലല്ലോ വന്നത്, നമ്മളടുത്ത് 2 ബൈക്കാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ റിസോർട്ട് ഇവിടെ തൊട്ടടുത്ത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ട്രിപ്പ് അടിക്കാണ്. നമ്മൾ വരുമ്പോൾ അവിടെ പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് നൈസായിട്ട് പിടിച്ചു. മീൻസ് ജസ്റ്റ് ഒന്ന് കൈകാട്ടി. ലൈസൻസ് ഉണ്ട്, ബുക്കും പേപ്പറും ഒക്കെ ഓക്കെ ആയതുകൊണ്ട് പ്രശ്നമില്ല. ബുക്കും പേപ്പറും ഒക്കെ ഓക്കെ ആയതുകൊണ്ട് പിന്നെ പോലീസുകാർ നമ്മളെ വിട്ട്. മൂപ്പർക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു, ഒരു കൺസേൺ ഉണ്ടായിരുന്നു. നമ്മള് സ്ഥലം കാണാൻ വന്നതല്ലേ എന്നുള്ളൊരു ആ ഒരു ഇതിൽ നമ്മളെ വേഗം പറഞ്ഞു വിട്ടു. പഠിക്കാണ് ഫസ്റ്റ് ഞാൻ എത്തി. നേരെ അവിടെ ഒരു പള്ളിയാണെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് അങ്ങോട്ടേക്കുള്ള വഴി. ഈ വെള്ളം കണ്ടപ്പോ ഞാൻ വിചാരിച്ച് അധികം കളിക്കാനൊന്നും പറ്റൂല, ഒരു രസമില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മള് ഇന്നലെ പോയതിനേക്കാളും അടിപൊളി വെള്ളം ഇത്, നല്ല രസമുണ്ടായിരുന്നു. ജൈമിനെയും ജെർലിനെയും നമ്മൾ അവിടെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അവിടെ കിടത്തിയിട്ട് ഫുള്ള് വെള്ളത്തിൽ മുങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയാ മുങ്ങാൻ, എനിക്ക് നീന്താൻ അറിയില്ല. അതിനനുസരിച്ച് എന്റെ പുതിയാപ്പിള ഓ മൈ ഗോഡ് എന്നെ മുക്കി മുക്കി കൊന്നില്ല എന്നുള്ളൂ. പക്ഷെ എന്തായാലും ഞാൻ എൻജോയ് ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു അതിൽ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്ത് വെച്ചാൽ നമ്മൾ 3 കൂടി പ്ലാൻ ഇട്ടിട്ടു മുങ്ങാന്ന് വിചാരിച്ചു. ഞാനും പറയും ജാസിയും കൂടി. അങ്ങനെ പിന്നെ പറവി മുങ്ങിയില്ല എന്നുള്ള പേര് പറഞ്ഞ് ജാസി പറവിനെടുത്തിട്ട് മുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നല്ല രസമായിരുന്നു. മറ്റേ വെള്ളം നമുക്ക് ജസ്റ്റ് കാലിട്ട് കളിക്കാനും അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ളൂ. ഇത് നമ്മൾ അർമാദിച്ചുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കൂലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ലേറ്റ്. അങ്ങനെ പിന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ നല്ല പാൽക്കപ്പയും നല്ല മത്തി മുളകിട്ടതൊക്കെ ഉണ്ടായിരുന്നു. അതേനു രാത്രി കഴിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ പ്ലാൻ ഇട്ടു, ഞാനും ജാസിയും പറവിയും മത്സവവും കൂടി രാത്രി ജസ്റ്റ് നൈറ്റ് ഔട്ടിന് ഇറങ്ങാൻ. രാത്രി ഒരു 11:30 ആയിട്ട് ഞാനും ജാസിയും പറവിയും മത്സവവും കൂടിയും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. സൈമിനെയും ജെർലിനൊക്കെ നമ്മൾ പാലൊക്കെ കൊടുത്ത് സെറ്റാക്കി ഉറക്കിയിട്ട് ഓക്കെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു. ജാസി അതാ വിട്ടാവുന്നുണ്ട്, കണ്ണൊക്കെ വെള്ളം വരും. അപ്പം നമുക്ക് പോവാം. ജൈമ നല്ല ഉറക്കം, എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. ജൈമിനെ അവിടെ ഒറ്റയ്ക്ക് ഇട്ട് വന്നിട്ട് അവിടെ നല്ല എല്ലാ കുഴിയിലും പോയി ചാടുന്നുണ്ട്. നല്ല തണുപ്പുണ്ട് ഗൈസ്. ജൈമിനെ കൊണ്ടുവരാണ്ട് വരിട്ട് ജാസിക്ക് എന്തെങ്കിലും ഫീൽ ഉണ്ടോ? ഫീൽ പറഞ്ഞ തണുപ്പ് വെച്ചില്ലായി. അത് ശരിയാ, പക്ഷെ എന്തോ പോലെ നമ്മൾ കൊറേ ആയില്ല ജാസി ഇങ്ങനെ രാത്രി ഒക്കെ ഇങ്ങനെ ഒച്ചക്കൊക്കെ പോയിച്ച് രാത്രിയിലില്ല. നോക്ക് ചന്ദ്ര പിന്നെ ഇല്ലാതെ ഫുൾ കാടാണ് ഗൈസ്. എലിഫന്റ് ഒക്കെ ക്രോസിംഗ് ഏരിയ എന്നൊക്കെ പറഞ്ഞത്. വല്ല ആനയോ വന്നാ ഞാനെന്ത് ചെയ്യും? ജാസിലുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല ജൈമിനെ കൊണ്ടുവരാൻ നന്നായി. ഭയങ്കര ജലദോഷം. ചാർജ് ഫ്ലാഷ് വർക്കില്ലേ അഡ്ജസ്റ്റ്മെന്റിൽ വെച്ച ഐഫോണിന്റെ അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ വരാൻ നേരത്തെ ആവണോ ജാസിനോട് പറഞ്ഞ ഫോൺ ചാർജ് ഇടാൻ വേണ്ടിട്ട്. ജാസി അത് കേട്ടില്ല, ഗെയിം കളിച്ചിരുന്നു. ഇപ്പൊ എന്റെ ഫോണിൽ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് ഹെയർ ബാൻഡ് ഊരിയിട്ട് ഫോണും തമ്മിലൊക്കെ കെട്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കണ വല്ലാത്ത കഷ്ടത്തിന്.
ഉണ്ടാക്കാൻ എനിക്ക് കളിക്കും. ബാക്കിൽ പന്നി മരിച്ചൊക്കെ വരുന്നുണ്ട്. കാട്ടുപോത്ത് ഉണ്ടാവും എന്നാണ് ഇവര് പറയുന്നത്. നമുക്ക് കാണാം. ഒരു വീട് വരല്ലേ ലൊക്കേഷൻ മാറ്റി. ഇനി ഏതോ കൊത്തിയാറയിലേക്കാണ് നമ്മൾ പോണത്. ഓക്കെ, ടൈം ഉറങ്ങുകയാണേക്കൂ. ഇത് പ്രോപ്പർ ഫോറസ്റ്റ് ആണ് കേട്ടോ പറഞ്ഞേ. മീൻസ് രണ്ട് സൈഡും നമ്മൾ പോണ രണ്ട് സൈഡും ഫോറസ്റ്റ് ആണ്. ജാനകി ഫോറസ്റ്റ് അല്ലല്ലോ ഇത്? ജാനകി കാടാണോ ഇത്? ഇത് കറക്റ്റ് കണ്ടോ? അല്ല, ചെമ്പനോടൻ ഫോറസ്റ്റ്. അങ്ങനെ നമ്മൾ കൊത്തിയാറ് എത്തി. അവിടെ കുറച്ച് നേരം ആ മലൻ്റെ മുകളിലേക്ക് വണ്ടി കയറ്റി അവിടെ കുറച്ച് ഇരുന്ന് എല്ലാവരും നല്ല കഥയൊക്കെ പറഞ്ഞ് നല്ല ചില്ലിങ്ങിന് നല്ല രസമാണ്. നമ്മളെല്ലാവരും ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ മലൻ്റെ മുകളിൽ കുറച്ച് നേരം ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ മെല്ലെ വീട്ടിലേക്ക് പോയി. ഹായ് ഗൈസ്, നമ്മളെവിടെ ഇരിക്കുന്നത്? പാറയുടെ മേലെ ഗൈസ്, പാറന്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഉരുണ്ടാ നമുക്ക് ഒരു ശയനപ്രദ ആ സാധനമൊക്കെ നടത്തി. എനിക്കും ജാസിക്കും ആ ഒരു നൈറ്റ് റൈഡ് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു റൈഡ്. ഒരു നല്ല സമയമാണ് നമുക്ക് കുറേ നമ്മൾ സംസാരിച്ച് ഒറ്റയ്ക്കുന്നുണ്ട്. ജായിൻ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും ഓരോ ശ്രദ്ധിച്ചുകൊണ്ടാണ്. ഇതാകുമ്പോൾ രണ്ടാളും കുറേ നമ്മൾ ധാരാളം പറഞ്ഞു. നല്ല രസമുണ്ട് ആ ഒരു റൈഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറക്കൊക്കെ കഴിഞ്ഞ് ഇവിടെ ഒരു ഷോപ്പിൽ കയറിയതാണ്. ചായ എന്തെങ്കിലും കുടിക്കാൻ വെച്ച് ഉറക്കം വന്നിട്ട് വയ്യ. നമ്മൾ ഉറക്കത്തിൽ നിർമ്മിച്ചു വന്നാൽ നമ്മളെന്തോ ഷോർട്സ് വാങ്ങിയത്. നമ്മളെന്തോ ഷോർട്സ് വാങ്ങിക്കണേ. ഓ മൈ ഗോഡ്, ഇതെന്താ? അല്ല, നീ ഷോർട്ട് ഒരു ചിന്തല്ലേ. നല്ല ടേസ്റ്റ്. നമ്മളിവിടെ ഒരു ഷോപ്പിൽ കയറിയത് എന്തെങ്കിലും കുടിക്കാൻ ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകും. നമ്മളൊരു 2 ചിക്കൻ റോളും നമ്മളൊരു പൊറോട്ട റോളും ചിക്കൻ സാൻഡ്വിച്ചുമാണ് വാങ്ങിയത്. കിട്ടിയപ്പോഴത്തേക്ക് എല്ലാരും തിന്ന് കഴിഞ്ഞു. അതിനുശേഷമാണ് മറന്നുപോയത്. ഇന്നത്തെ ദിവസം ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മൾ നല്ല ചായ ഒക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക്. നല്ല ഉറക്കം വരുന്നുണ്ട്. പോയിട്ട് ഉറങ്ങാം. അപ്പോൾ ഓക്കെ, ബൈ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മള് 3-4 ദിവസത്തെ പേരാമ്പ്ര അടിപൊളി ജീവിതം കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും. ബൈ.